ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 23-ാമത്തെ അധ്യായം 31 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗം. സ്വർഗം മോഷ്ടിച്ച കള്ളനെക്കുറിച്ച് ഇന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ രക്ഷ സ്വന്തമാക്കാൻ അവസാന വിനാഴികയിൽ ഭാഗ്യം ലഭിച്ചവനായിരുന്നു നല്ല കള്ളൻ. യേശുവിൻ്റെ കുരിശിൻ്റെ ഇടതും വലതുമായി 2 കള്ളന്മാർ. യേശുവിനെ ക്രൂശിച്ചവരുടെ കൂടെ കൂടി അവനെതിരെ വീണ്ടും അപവാദങ്ങൾ പറയുകയും നീ ദൈവമാണെങ്കിൽ ഞങ്ങളെ കൂടെ രക്ഷിക്കെന്ന് പറയുകയും ചെയ്യുന്ന ഇടതുവശത്തെ കള്ളനെ സ്നേഹപൂർവ്വം തിരുത്തുന്ന വലതുവശത്തെ കള്ളൻ. അവൻ പറഞ്ഞു, ഞാനും നീയുമൊക്കെ കുറ്റം വിധിക്കപ്പെട്ടത്, കുരിശുമരണത്തിൽ വിധിക്കപ്പെട്ടത് നമ്മൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ്. ഒരു തെറ്റും ചെയ്യാതിരുന്ന ഇവന്, സ്വർഗരാജ്യത്തിൻ്റെ രാജാവിന്, യഹൂദരുടെ രാജാവായി ലോകത്തിലേക്ക് വന്നവൻ, സത്യവും നീതിയും മാത്രം പ്രസംഗിച്ച് കടന്നുപോയവൻ, അവനെ അനീതിയുടെ, അഴിമതിയുടെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുരിശിൽ തറച്ചു കൊല്ലാനുള്ള വിധിയുണ്ടായപ്പോൾ ആ വിധിയെ നീതിയുടെ കണ്ണുകൾ കൊണ്ട് നോക്കി കാണുന്ന, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും എന്നെയും നിന്നെയും പോലെ ക്രൂശിക്കപ്പെടുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള നൊമ്പരം അവൻ പ്രകടമാക്കിയപ്പോൾ യേശു അവന് സ്വർഗം കൊടുത്തു. കർത്താവേ, നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും ദൈവ വഴികളിലൂടെ നടക്കാനുമൊക്കെ ഞാനും നിങ്ങളുമൊക്കെ തയ്യാറാകുമ്പോൾ നമ്മുടെ ഇന്നലകൾ പോലും മറന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നത് പ്രത്യാശയുടെ, അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ഈ വഴിയാണ് നമ്മുടെ മുമ്പിൽ അവിടുന്ന് തുറന്നു വയ്ക്കുന്നത്. ഇന്ന് ലോക സമാധാന ദിനം കൂടിയാണ്. ലോകസമാധാനം സാധ്യമാകുന്നത് ലോകത്തിലെല്ലായിടത്തും ഏറെ കൃത്യതയോടുകൂടി നിയമപരമായിട്ട് സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ടല്ല. അഴിമതിയുടെ ഇടയിൽ, അക്രമത്തിൻ്റെ ഇടയിൽ, അസ്വസ്ഥതകളുടെ ഇടയിൽ ഒരു വ്യക്തി സ്വയം സന്തോഷിക്കുവാനും ആ സമാധാനവും സന്തോഷവുമൊക്കെ നീതിപൂർവമാണ് എന്ന് വിശ്വസിക്കുവാനും അവന് ചുറ്റുമുള്ളൊരു ലോകത്തിൽ ആ സമാധാനം എത്തിക്കാനും ശ്രമിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത് സമാധാനത്തിൻ്റെ, പ്രത്യാശയുടെ നിമിഷമായി മാറുക. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമ്മളെ സമാധാനത്തിൻ്റെ ദൂതരാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന, ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തുനാഥൻ, അവൻ്റെ വഴികളിലൂടെ നടക്കാനും അവൻ പറയുന്നത് ചെയ്യാനും പറഞ്ഞ അമ്മയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നീതിയും സമാധാനവും ഒക്കെ നമ്മുടെ കൈകളിൽ സുരക്ഷിതമാണ്. ഞാനും നിങ്ങളും നിരൂപിച്ചാൽ സമാധാനമുണ്ടാകും, ഞാനും നിങ്ങളും നിരൂപിച്ചാൽ അസമാധാനം ഉണ്ടാകും. നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മുടെ കൈപ്പിടിയിലാണ്. ആ ലോകത്തിൽ നീതിയും അതിൻ്റെ തത്വശാസ്ത്രങ്ങളും തീരുമാനിക്കുന്നത് ഞാൻ. അതുകൊണ്ട് എനിക്ക് സമാധാനത്തിൻ്റെ മകനായി ജീവിക്കണം. എനിക്ക് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നടക്കണം. അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗം എൻ്റെ സ്വന്തമാക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഞാനാണ് പാപത്തിൽ നിന്ന് മാറേണ്ടവൻ, ഞാനാണ് തിന്മയുടെ വഴി ഉപേക്ഷിക്കേണ്ടവൻ. ശരിയായിട്ടുള്ള മാർഗത്തിലൂടെ ദൈവത്തെ കണ്ടെത്താനുള്ള തീക്ഷ്ണമായ പരിശ്രമം നമുക്കുണ്ടാകട്ടെ. ശാന്തിയും സമാധാനവും നമ്മിലൂടെ മറ്റുള്ളവർ അനുഭവിക്കട്ടെ. ആ നിമിഷത്തിന് വേണ്ടി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ആ നിമിഷത്തിന് വേണ്ടി ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ അരുവിയുടെ സഹവാസവും നമ്മളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.